Hello, Assalamu alaikum. Welcome to Bakes and Curries. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വറുത്തരച്ച് നല്ല നാടൻ രീതിയിലുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് തന്നത് എൻ്റെ ഫ്രണ്ട് സീന ചേച്ചിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണിത്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പടവലങ്ങയുടെ ഒരു ചെറിയ കഷ്ണം, ഒരു 4-5 ബീൻസ്, ഒരു ചെറിയ പൊട്ടറ്റോ. അപ്പം വലിയ പൊട്ടറ്റോ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വാഴയ്ക്കയുടെ പകുതി, പടവലങ്ങയുടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, തക്കാളി മീഡിയം സൈസിലുള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, മുരിങ്ങയ്ക്ക ഒരെണ്ണം, പിന്നെ 4 വെണ്ടയ്ക്കയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് വേവിച്ചെടുക്കാം. ഇതൊക്കെ ഒരു 1/4 കപ്പ് പരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 5-6 ചുവന്നുള്ളിയും, പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച കിഴങ്ങും, പിന്നെ ഒരു അല്പം ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഉപ്പ് വളരെ കുറഞ്ഞ അളവ് ചേർത്താൽ മതി. പിന്നെ പരിപ്പിൻ്റെ മേളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോകണവരെ നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ പരിപ്പ് അവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പച്ചക്കറികളും കൂടെ വേവിച്ചെടുക്കാം. തക്കാളി വെണ്ടയ്ക്ക ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കഴിഞ്ഞ് പുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കുന്ന സമയത്താണ് നമ്മൾ തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നത്. ആദ്യം എടുത്തു വെച്ച് 3 പച്ചമുളക് ഇതിലേക്ക് കീറിയിടുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ അളവൊന്നും കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്കുള്ള പൊടികളും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി 1 ടീസ്പൂൺ, ഇതുപോലെയുള്ള സ്പൂണിന് 2 സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെജിറ്റബിൾസൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഒത്തിരി അളവിൽ ചേർക്കരുത്, കാരണം നമ്മൾ തേങ്ങ അരച്ച് സാമ്പാറായതുകൊണ്ട് അത്യാവശ്യം നല്ല കൊഴുപ്പൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കഷ്ണങ്ങൾ ചേർത്താൽ സാമ്പാർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരുപാട് വെന്ത് പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയും കൂടെ വറുത്തെടുക്കാം. അതിനായിട്ട് ഈ ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായൊക്കെ നന്നായിട്ട് മൂത്ത് അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഒരു 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ 4 ചെറിയ വെളുത്തുള്ളിയും കൂടെ ഇടുന്നുണ്ട്. പിന്നെ ഒരു 6 പീസ് ചുവന്നുള്ളിയും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ സാമ്പാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു പീസ് വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യം തേങ്ങ ചേർത്ത സമയത്ത് തന്നെയാണ് മുളക് ചേർക്കേണ്ടത്, ഞാനത് പെട്ടെന്ന് വിട്ടുപോയായിരുന്നു. ഇപ്പോൾ തേങ്ങ ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ ആവശ്യത്തിന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോൾ നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്തും ചെറിയ തീയിലിട്ടിട്ട് ഇത്തിരി ക്ഷമയോടെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയ ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സെയിം പാനിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം.
ഇതിൻ്റെ ഒരു വഴുവഴുപ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ച് തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം മാറ്റി വെച്ച് കായം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ സാമ്പാറിലേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് വഴറ്റി വെച്ച് വെണ്ടയ്ക്ക് ചേർക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം. പിന്നെ വേവിച്ചെടുത്ത പരിപ്പും കിഴങ്ങും അതോടൊപ്പം തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നുകൊണ്ട് അല്പം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെക്കണം. മൂടി വെച്ച് നമ്മളിപ്പം ഇട്ട് കൊടുത്ത വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് പിന്നെ ഇതിലെ ചാറൊക്കെ ആവശ്യത്തിനൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാകം. പിന്നെ ചാറ് ഒരുപാട് വറ്റി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ ചാറ് വല്ലാതെ അങ്ങ് കുറുകിപ്പോവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ചാറൊക്കെ അത്യാവശ്യത്തിനൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ കണ്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ പാകത്തിനായി വന്നോളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും 1 വറ്റൽമുളകും ആവശ്യത്തിനുള്ള കറി ലീവ്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് കറി നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബേക്സ് ആൻഡ് കറീസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്